നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാറിന്റെ വാക്കുകൾ കടമെടുത്താൽ രാഷ്ട്രീയക്കാരന്റെ വാലോ ചൂലോ മാത്രം ആണ് അവർ എന്നൊരു ധാരണ അവരിലേക്ക് കടത്തിവിടാൻ ഇവർ വിജയിച്ചു, രാഷ്ട്രീയക്കാർ വിജയിച്ചു. ഇസ്ലാമിക ക്രൈസ്തവ സംഘടനകൾ ആനുകൂല്യങ്ങൾ ചോദിച്ചു വാങ്ങുന്നത് പോലെ അല്ലെങ്കിൽ അവരുടെ അടുത്ത് കൊണ്ടു കൊടുക്കുന്നത് പോലെ ഇവിടുത്തെ സാമുദായിക സംഘടനകൾക്ക് വിലപേശൽ ശേഷി ഇല്ലാതായി. കാരണം രാഷ്ട്രീയക്കാരുടെ അടിമയാക്കി അവരെ മാറ്റിപ്പോയി. അങ്ങനെ നിലനിർത്തുന്നതിൽ രാഷ്ട്രീയക്കാർ വിജയിച്ചു എന്നുള്ളതാണ്. അതിനൊരു പക്ഷേ പദവികൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടാകാം, അതിനൊരു പക്ഷേ അവരെ രാഷ്ട്രീയത്തിന്റെ ഭാഗമാക്കിയിട്ടുണ്ടാകാം. പക്ഷേ നടന്നത് രാഷ്ട്രീയത്തിന്റെ ഭാഗമാവുകയല്ല, രാഷ്ട്രീയത്തിന്റെ അടിമകളാവുകയാണ് ഉണ്ടായത്. അണികൾ കൊടുക്കുന്ന ഒരു പിന്തുണ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയമുണ്ടോ അറിയില്ല. അങ്ങനെ നിന്നിരുന്നുവെങ്കിൽ ഇന്ന് ഇസ്ലാമിക ക്രൈസ്തവ സംഘടനകൾക്കൊക്കെ കിട്ടുന്ന ആ ഒരു നിലയും വിലയും ഹൈന്ദവ സംഘടനകൾക്കും കിട്ടുമായിരുന്നു. പക്ഷെ അവിടെ ഇപ്പം നമുക്ക് കാണാം, അവിടെയൊക്കെ ചെന്ന് ഏത്തവിടുന്നവർ, അവിടെയൊക്കെ ചെന്ന് കാല് നക്കി കൊടുക്കുന്നവർ, ആ ഭാഷ തന്നെ പറയട്ടെ, ഹിന്ദു സംഘടനാ നേതാക്കൾക്ക് അല്ലെങ്കിൽ സാമുദായിക സംഘടനാ നേതാക്കൾക്ക് എതിരെയാണ് അവരുടെ ശക്തി മുഴുവൻ പ്രയോഗിക്കുന്നത്. ഇപ്പൊ വെള്ളാപ്പള്ളി നടേശനെ പറ്റി സതീശന് പറയാൻ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ഹൈന്ദവ സമൂഹത്തിന്റെ പ്രതിനിധിയാണ്, അതിന്റെ ചുമതലയിൽ ഇരിക്കുന്നയാളാണ് വെള്ളാപ്പള്ളി. അതിനെപ്പറ്റി പോലും ചിന്തിക്കാതെ മറ്റൊരു സംഘടനയുടെ വേദിയിൽ പോയി മറ്റൊരു സാമുദായിക നേതാവിന്റെ മുന്നിൽ വെച്ച് ഇദ്ദേഹത്തെ ഇകഴ്ത്താൻ കഴിഞ്ഞത് ഈ വേണ്ടടുത്ത് നമ്മൾ നട്ടെല്ല് നിവർത്തി നിന്ന് നമ്മുടെ അടുത്തേക്ക് സംഘടനകളെ വരുത്താൻ കഴിഞ്ഞില്ല എന്നതിന്റെ ബാക്കിയാണ്. മതം രാഷ്ട്രീയത്തിൽ ഇടപെടരുത് എന്നുള്ളൊരു ധാരണയിൽ നമ്മൾ ഉറച്ചു പോകും. അത് സത്യമാണ്, മതം രാഷ്ട്രീയത്തിൽ ഇടപെടരുത് എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ മറ്റുള്ളവരൊക്കെ മതത്തെ കൊണ്ട് അല്ലെങ്കിൽ മതം രാഷ്ട്രീയം കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ മാത്രമായിട്ട് അകന്നു നിന്നുകൊണ്ട് കാര്യമില്ല. ആ അകന്നു നിൽക്കലാണ്, മര്യാദയുടെ പുറത്താണ് സംഭവിച്ചതൊക്കെ. പക്ഷേ മര്യാദക്കാരന് പലപ്പോഴും ദോഷം ഉണ്ടാകുന്നൊരു വ്യവസ്ഥിതിയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. തകരാറ് നമ്മൾ നമ്മുടെ ശക്തി തിരിച്ചറിഞ്ഞില്ല അല്ലെങ്കിൽ അത് പ്രകടിപ്പിച്ചില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മതേതരത്വം അല്ലെങ്കിൽ സഹിഷ്ണുത ഇതൊക്കെ പറഞ്ഞപ്പോൾ ഒറ്റ അർത്ഥമാണ് എടുക്കേണ്ടത്, ഹിന്ദു വിരുദ്ധം എന്നുള്ളതാണ്. ഞാൻ മതേതരനാണ് എന്നൊരു ഹിന്ദു നേതാവ് അല്ലെങ്കിൽ ഒരു നേതാവ് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എനിക്ക് ഹിന്ദു സംഘടനകളുമായി ബന്ധമില്ല, ഞാൻ വർഗീയവാദി അല്ലെങ്കിൽ ഇന്നയാൾ വർഗീയവാദിയാണ് എന്ന് പറഞ്ഞാൽ ഒറ്റ അർത്ഥമേ അതിനുള്ളൂ, അയാൾ ഹിന്ദു സംഘടനയുടെ ആളുകളാണ് അല്ലെങ്കിൽ ഹിന്ദു സംഘടനയുമായി ചേർന്ന് നിൽക്കുന്നു. അങ്ങനെ ഒരു അർത്ഥം മലയാള ഭാഷയിൽ ഈ പദങ്ങൾക്ക് ഇന്ന് കാലം കൊണ്ട് ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗുരുവായൂരപ്പന് വഴിപാട് കൊടുത്താൽ നരകം അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ വിളിച്ചാൽ നരകത്തിൽ പോവും എന്ന് പറഞ്ഞയാളും മതേതരനാണ്. മതമാണ് പ്രശ്നം എന്ന് പറയുന്നയാളും മതേതരനാണ്. എന്റെ മതത്തിൽ കൂടി മാത്രമേ സ്വർഗത്തിലെത്തൂ എന്ന് പറയുന്നവനും മതേതരനാണ്. എല്ലാവർക്കും ജീവിക്കാൻ അവകാശമുണ്ട്, അതുപോലൊരു അവകാശം ഞങ്ങൾക്കും ഉണ്ട് എന്നെങ്ങനെ ഹിന്ദുക്കൾ പറഞ്ഞാൽ അവർ വർഗീയവാദിയായി പോവുകയും ചെയ്യും.